കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാജിക്കിലെ കെമിക്കൽസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ റോളക്സോ കെമിക്കൽസിനെ ഫ്ലെമിക്സോ കെമിക്കൽസിന്റെ ഒപ്പം മിക്സ് ചെയ്ത, പിന്നെ ഒരല്പം ഡിഫെക്സീവ് കെമിക്കൽസ് മിക്സ് ചെയ്ത ഈ സൊല്യൂഷൻ കിട്ടും. പിന്നെ ഈ സൊല്യൂഷൻ കൊണ്ട് ഏതൊരു സാധനം തൊട്ടാലും ശരി, അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അപ്പൊ തന്നെ പോകും. അത് പെലിറ്റോട്ടിംഗ് അല്ല, ടെലിപോർട്ടിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നിന്റെ കയ്യിലുള്ള ബുക്ക് എന്റെ ടേബിളിലേക്ക് ടെലിപോർട്ട് ചെയ്യാ. എനിക്ക് ചെയ്യാൻ പറ്റും സർ. അന്തർ മത്തർ കാലിക്കലാന്തർ ഛൂ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണല്ലേ? നിങ്ങളുടെ മാജിക് അത്രയും പെർഫെക്റ്റ് ആണോ? എന്നാ നിങ്ങൾ അത് ചെയ്ത് കാണിക്കൂ. ഇതാ പിടിച്ച ബുക്ക്, ഇത് ടെലിപോർട്ട് ചെയ്ത് കാണിക്കൂ. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാനിത് ഇപ്പൊ തന്നെ ചെയ്ത് കാണിച്ചേക്കാം. ആബ്രാകാഡാബ്രാ, മായാജാലം നടക്കട്ടെ. ആരാണ് ഒച്ച വെക്കുന്നത്? ആരാണ് ഒച്ച വെക്കുന്നത്? ജ്യോതി, അതിപ്പോ ഞാനിവർക്ക് കെമിക്കൽ ഉപയോഗിച്ച് ടെലിപോർട്ടിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു, വേറെ ഒന്നുമല്ല. സർ മാഗ്നീഷ്യൻ, നിങ്ങളിൽ നിന്നും ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് 2 മണിക്കൂർ ഡിറ്റക്ഷൻ. പക്ഷേ മിസ് സെക്യൂരിറ്റി, ഞാനും ഒരു ടീച്ചറാണ്, എനിക്കും ഡിറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞാല്. ഓ മിസ്റ്റർ മാഗ്നീഷ്യൻ, നിങ്ങളല്ല ജ്യോതി. ജ്യോതി, നീ 2 മണിക്കൂറത്തേക്ക് ഡിറ്റക്ഷൻ റൂമിലേക്ക് പോകൂ. അല്ല മാം, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാ ജോഡി, അത് പിന്നെ ജോഡി. ജനി, നീയും 2 മണിക്കൂറത്തേക്ക് ഡിറ്റക്ഷൻ റൂം. പക്ഷെ ഞാൻ 3 മണിക്കൂറത്തേക്ക് ഡിറ്റക്ഷൻ റൂം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മമ്മി, ഇന്ന് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിലാ അപമാനം ഉണ്ടായത്. അല്ല, ഇന്റർനാഷണൽ ഇൻസൾട്ട് എന്ന് വെച്ചാ എന്താ മമ്മി ഇത്? ഇതുപോലും അറിയില്ലേ? ഞങ്ങളുടെ സ്കൂളില് വിദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. വിദേശത്ത് നിന്ന് വന്ന പിള്ളേരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്താൽ അത് പിന്നെ ഇന്റർനാഷണൽ ഇൻസൾട്ട് അല്ലേ? ശരി, ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ രുദ്രയോട് പ്രതികാരം ചെയ്യാം. ഞാനും അവനെ ഇന്റർനാഷണൽ ഇൻസൾട്ട് ചെയ്യും. എന്റെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ആയ കുട്ടികളെ, ഞാൻ രുദ്രയോട് തീർച്ചയായും പ്രതികാരം ചെയ്തിരിക്കും. ജ്യൂസ് പ്ലീസ്. താങ്ക് യു സോ മച്ച് വരുൺ. ഇന്ന് നിങ്ങൾ സെക്യൂരിറ്റിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. അവര് വിചാരിച്ചിരുന്നെങ്കിൽ. മാഡം കാനൂൻഗോന്റെ ഓഫീസിൽ നിന്നും അവരുടെ ഗ്ലോബ് കാണാതെ പോയിരിക്കുന്നു. ഇത് ഏതോ ഒരു കുട്ടിയുടെ പണിയാണ്. ആ ഗ്ലോബ് എത്രയും പെട്ടെന്ന് മടക്കി കൊണ്ടുവരൂ. ഇനി ഞങ്ങളായിട്ട് ആ കുട്ടിയെ കണ്ടുപിടിച്ചാൽ 2 ആഴ്ചത്തേക്ക് അക്കാഡമിയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. ഇനി എന്റെ കൈകൊണ്ടാണ് പിടിക്കുന്നതെങ്കിൽ എന്നേക്കും അക്കാഡമിയിൽ നിന്ന് അവർ പുറത്തായിരിക്കും. പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് മോഷ്ടിക്കണമെങ്കിൽ നല്ല ഗട്സ് ആവശ്യമുണ്ട്. അങ്ങനത്തെ കാര്യം ആരായിരിക്കും ചെയ്തത്? വരുൺ, ആ ലൈറ്റ് എങ്ങനെയാ വന്നത്? രുദ്ര, അവിടെ നോക്ക്, റാക്കിന്റെ പുറകെ.
ഇത് എവിടുന്നാ വന്നത്? ശരി വാ, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തിട്ട് വരാം. അയ്യോ, തിരിച്ചു കൊടുക്കാൻ പോയാലേ അവര് നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവര് പറയും നമ്മൾ അക്കാഡമിന്ന് എക്സ്പെൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തിരിച്ചു കൊടുത്തതെന്ന്. നമ്മൾ തന്നെ ഇത് മോഷ്ടിച്ചെന്ന് അവർ കൺഫേം ചെയ്യും. ഒരു മിനിറ്റ്, ഞാൻ മാജിക് യൂസ് ചെയ്ത് ഇത് തിരിച്ചയച്ചേക്കാം. ഞാൻ ട്രൈ ചെയ്യാം. അന്തർ മന്തർ കാലിക്കലാന്തോ തിരിച്ചു ചെല്ല്. പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് ചെല്ല്. വേണ്ട വേണ്ട, നിക്ക്. മയരാ. ആരാ ആരാ ആരാണ്? ഗ്ലോബ് തിരിച്ചു കിട്ടി. ഹലോ ഹലോ മിസ് സെക്യൂരിറ്റി. യെസ് മാഡം, കാനൻ ഗോ. എന്റെ ഗ്ലോബ് എനിക്ക് തിരിച്ചു കിട്ടി. സെർച്ച് ക്യാൻസൽ. അതിപ്പോൾ ഓഫീസിലുണ്ട്. അതെന്തായാലും കൊള്ളാം, ഗ്ലോബ് തിരിച്ചു കിട്ടിയല്ലോ. മാഡം കാനുൻകോ, ഞാൻ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും അതുപോലെയാണ് വരട്ടിയത്. അതുകൊണ്ടാണ് കള്ളൻ ഇത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചത്. ഓ, താങ്ക് യു മിസ് സെക്യൂരിറ്റി. യോ വെൽക്കം മാഡം. ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. അല്ല, മിസ് സെക്യൂരിറ്റി, ഗ്ലോബ് വീണ്ടും കാണാതായിരിക്കുന്നു. സെർച്ച് വേഗം തുടങ്ങൂ. ആ? ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? All students alert. വീണ്ടും ഗ്ലോബ് കാണാതായിരിക്കുന്നു. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഗ്ലോബ് എങ്ങനെ കാണാതെ പോയത്? നമ്മളത് അവിടെ വെച്ചിട്ട് വന്നതല്ലേ. ഒരു പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കാണോ? വീണ്ടും ആരെങ്കിലും അത് നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു കാണോ? പോയി നോക്കാം. ആരും നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. വേഗം നമുക്ക് എവിടുന്ന് എസ്കേപ്പ് ആവാം. സൂക്ഷിച്ചു കുട്ടികളെ. സോറി സോറി. കള്ളൻ കള്ളൻ ദേ അവിടെ ഓടുന്നു. വേഗം പിടിക്ക്. കോറിഡോറിൽ വരുന്ന നിരൂപിച്ചിരിക്കുന്നു. സോറി മിസ് സെക്യൂരിറ്റി, ഞങ്ങൾ ആ ഗ്ലോബ് കളനെ കണ്ടായിരുന്നു. രുദ്രയും കൂട്ടുകാരുമാണ് അത് മോഷ്ടിച്ചത്. ഞങ്ങൾ അവരെ ഫോളോ ചെയ്യുകയായിരുന്നു. വേഗം വരൂ, അവർ ആ വഴിക്കാണ് പോയത്. ഓക്കെ, പെട്ടെന്ന് വരൂ. MBTV സ്കാൻ ഓൾ ദ ലൊക്കേഷൻസ്. ഈഗിൾസ്, സ്കൂളിൽ എമർജൻസി ഉണ്ട്. വരുണയും മൈരയും എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുക. അവിടെ നിൽക്ക്, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഈ വഴിക്ക് പോകാം. ഇന്ന് മൊത്തത്തിൽ അൺലക്കി ഡേ ആണല്ലോ. പിടിക്കോ കള്ളന്മാരെ. Ibaiska, Jolly Creato! Flying barriers activate.
aerobic class barriers activate. Antar mantar kalikalantar barrier chinna pinnamai chikari pogate. മൈര, നിനക്ക് അറിയില്ലേ നിന്റെ ഈ മാജിക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാണെന്ന്? വേഗം വരുണെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. ഞാനിപ്പോ ഏത് ലോകത്താ തല കറങ്ങുന്നേ? സോറി വരുൺ. രുദ്ര, ഈ മിററിന്റെ സൈസ് പെർഫെക്റ്റ് ആണ്. നമുക്ക് അതിന്റെ പുറകെ ചെന്ന് ഒളിക്കാം. ആ 3 പേര് ആ വാതിലൂടെയാണ് പോയത്. നിക്ക്, അവരിങ്ങോട്ട് വരുന്നുണ്ട്. സമയം കുറവാണ്. പില്ലറിന്റെ പുറകെ ഒളിക്കാം. ഐഡിയ. അത് നോക്ക്, 3 വയസ്സ് ചാടി ചാടി പോകും നോക്ക്. എനിക്ക് തോന്നുന്നത് ആ കള്ളന്മാര് ഇതിനകത്ത് ഉണ്ടാവുന്ന. പോയി പിടിക്ക്. ഇനി നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനാ? സോൾ, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഷിഫ്റ്റിംഗ് അത് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയൂ. പറയൂ സർ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ അടിച്ചു മാറ്റിയിരിക്കാണ്. നിനക്ക് ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് നല്ലോണം അറിയാം ഞങ്ങൾ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാറില്ലെന്ന്. നിങ്ങൾ പറയൂ സോ, എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? പെട്ടെന്ന് ഗ്ലോബ് ഞങ്ങളുടെ റൂമിൽ വരുന്നു, പിന്നെ ഞങ്ങളുടെ ബാഗിൽ വരുന്നു. എന്താ സർ കാര്യം? പറയൂ സോ, നിങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ വിൽ ഹെൽപ്പ് യു സർ. എന്താ സംഭവിച്ചെന്നറിയാമോ? വേണ്ട. ഷാക്കാൽ, പ്ലീസ് എന്റെ ഫാമിലിയെ വിട്ടേക്ക്. മിസ്റ്റർ മാജിഷ്യൻ, ഞാൻ മാജിഷ്യൻ മായാജാലം. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാഖ. മിസ്റ്റർ മാജിഷ്യൻ, നിനക്ക് നിന്റെ ഫാമിലിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഒരു ഊരാക്കുടുക്കിൽ അകപ്പെടുത്തണം. അങ്ങനെ അവൻ സ്കൂളിൽ നിന്നും പുറത്താവണം. അതാണ് എന്റെ ലക്ഷ്യം. ഇല്ല, എന്റെ വൈഫിനെയും കുട്ടികളെയും ഒന്നും ചെയ്യരുത്. ഞാൻ എങ്ങനെയെങ്കിലും രുദ്രയെ കുടുക്കിയേക്കാം. പ്ലീസ് എന്നെ കബളിപ്പിക്കാൻ നോക്കരുത്. നിനക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ മജിഷ്യനാണ്, മായാജാലം. പോയി ഞാൻ പറഞ്ഞ ജോലി ചെയ്യേ. രുദ്ര രക്ഷപ്പെട്ടാൽ പിന്നെ ഇവര് രക്ഷപ്പെടില്ല. ഓ, അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. ഓ, ഓ. ഓ, ഈഗിൾ മാൻ, പിടിക്കവനെ. സോറി രുദ്ര, ഇപ്പൊ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. കാരണം എന്റെ ഫാമിലി ഇപ്പൊ അപകടത്തിലാണ്. വരുൺ, ലിഫ്റ്റിലേക്ക് ചെല്ല്.
അതെ അതെ അവനെ പിടിക്കവനെ. Zibajska, boom, chick, chick, boom! കുട്ടികളെ പേടിക്കാതിരിക്കൂ. ഡോൺ വറി, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല. അവിടെ രുദ്ര കുടുങ്ങുകയാണെങ്കിൽ ഈ കുടുക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വീട്ടിൽ പോകാൻ പറ്റും. രുദ്ര, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എന്നെ കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബൈ ബൈ. രുദ്ര. എന്റെ കുട്ടികളെ, നിങ്ങൾ സേഫാണോ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നന്ദി രുദ്ര, വളരെ നന്ദി. രുദ്ര, പെട്ടെന്ന് ബാഗ് തരൂ. ബാഗിൽ എന്താണെന്ന് കാണിക്കൂ, പെട്ടെന്ന്. ഞാൻ ചെന്ന് ചെക്ക് ചെയ്യാം മിസ് സെക്യൂരിറ്റി. ഇത് കണ്ടോ, ഇത് ഗ്ലോബാണ്. ഇത് വാട്ടർമെലോൺ ആണല്ലോ. വാട്ടർമെലൻ തന്നെയാ. ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. മാഡം കാനൂൻഗോ, ഗ്ലോബ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഈ ഗ്ലോബ് വളരെ മൂല്യമുള്ളതാണ്. ഇനി ഇതിനെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോകില്ല. മിസ് സെക്യൂരിറ്റി, വേഗം തന്നെ കണ്ടുപിടിക്കൂ. ഇത്തരം വേലത്തരങ്ങൾ ആരാണ് ചെയ്യുന്നത്? ഓക്കെ മാഡം കാനൂൻഗോ, ഇപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. താങ്ക് യു മിസ്റ്റർ മെക്ടിഷ്യൻ. ഞാനാണ് നിന്നോട് താങ്ക് യു പറയേണ്ടത്. താങ്ക് യു വെരി മച്ച് രുദ്ര. നീ എന്റെ ഫാമിലിയെ രക്ഷിച്ചിരിക്കുകയാണ്.